എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടി വി വാങ്ങിയിരുന്നു. TCL ഒരു 75 ഇഞ്ച് ടി വി വാങ്ങിയിരുന്നു. QLED ടി വി ആയിരുന്നു അത്. 4K, അതുപോലെ തന്നെ അതിന് HDR 10+ ഫങ്ഷൻ ഉണ്ട്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്. ഡോൾബി വിഷൻ, ഡോൾബി എം എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ. ബട്ട് ഇതെല്ലാം ഉണ്ട്. പിന്നെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. അത് ഗെയിം മോഡിലിട്ടാൽ മാത്രമേ അത് 120 ആവുള്ളൂ, അല്ലാത്തപ്പോൾ സാധാരണ 60 തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു മൂവി കാണുമ്പോൾ 60 ഒക്കെ ഭയങ്കര ഇറ്റ്സ് മോർ ദാൻ എനഫ്. അപ്പം എന്തായാലും ഞാനിപ്പോൾ ആ ടി വി വാങ്ങിയിട്ട് ഒരു മാസത്തിന് മുകളിലായി. എക്സാക്ട്ലി എന്നാണ് ഒരു മാസത്തിന് മുകളിൽ എന്തായാലും ആയിട്ടുണ്ട്. എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നവംബറിലാണ് എനിക്ക് ഇപ്പോൾ ഡെലിവറി കിട്ടിയത്. അപ്പോൾ നവംബർ ഒരു മിഡിലാകുമ്പോൾ എനിവേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു കുഴപ്പവും അനുഭവപ്പെട്ടിട്ടില്ല. അനുഭവം ഗുരു എന്നാണല്ലോ പറയുന്നത്. അനുഭവം അപ്പോൾ അനുഭവം ഗുരു. ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഒരു ഹാങ്ങപ്പോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു ഡിലേയോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ടിങ്ങോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ നോർമലി ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഉണ്ടാവുമോ എന്ന് എനിക്കറിയണ. പിന്നെ മെനു ഫങ്ഷൻസ് എല്ലാം അത്യാവശ്യം സ്മൂത്താണ്. ഞാൻ ഭയങ്കര സ്മൂത്താണ്, അങ്ങോട്ട് വലിയ എന്താ പറയുക തൊട്ടുടമ്പളേക്ക് അങ്ങോട്ട് കൂടെ ഒക്കെ പോകുന്നൊന്നും പറയുന്നില്ല. ഞാൻ ആ മെനുവിൻ്റെ ഫങ്ഷൻസ് വളരെ മിനിമൽ യൂസ് ചെയ്യാറുള്ളൂ. ജസ്റ്റ് ഗോയിങ് ഫ്രം ആപ്പ് ടു ആപ്പ്, പിന്നെ ഇൻസ്റ്റാളിങ് ആപ്പ്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ അതിൽ ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഇപ്പോൾ പിക്ചർ ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ കുറേ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന ഡോൾബി വിഷൻ മൂവീസും അതുപോലെ തന്നെ HDR 10+ മൂവീസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. മൂവീസും സീരീസും എല്ലാം ട്രൈ ചെയ്ത് നോക്കി. പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ആ പിക്ചർ മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. നമ്മളിപ്പോൾ നോർമൽ മോഡിലാണ് കിടക്കുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ HDR 10+ മൂവീസ് പ്ലേ ചെയ്യുമ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതെനിക്ക് ആ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. നമ്മൾ എപ്പോഴും പിക്ചറിൻ്റെ മോഡ് ഇതൊന്നും മാറ്റാൻ നിൽക്കണ്ട. ടി വി തന്നെ അത് സെൻസ് ചെയ്തിട്ട്, അതിലുള്ള AI തന്നെ സെൻസ് ചെയ്തിട്ട് അത് മാറ്റിക്കോളും. സോ യു നോട്ട് ടു വെറി അബൌട്ട് എന്താ പറയുക ചേഞ്ചിങ് യുവർ പിക്ചർ ക്വാളിറ്റി ടു മൂവി ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റേ ക്വാളിറ്റി, അങ്ങനെയൊന്നും ചെയ്യണ്ട. ടി വി തന്നെ അതെല്ലാം നോക്കി കണ്ടറിഞ്ഞ് ചെയ്തോളും. നിങ്ങളൊന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലും ഈവൻ ഡോൾബി അറ്റ്മോസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. ഡോൾബി 5.1 DTS ആകുമ്പോൾ ഡിറ്റക്ട് ചെയ്യും. സോ ഇൽ ചേഞ്ച് എന്താ പറയുക സൗണ്ട് പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ചാനൽ അക്കോർഡിംഗ്ലി അത് മാറ്റും. പിന്നെ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓങ്കിയോടെ ഒരു ബിൽട്ടിൻ സ്പീക്കേഴ്സാണ് വരുന്നത്. നോർമൽ സ്പീക്കേഴ്സ് അല്ല, ഓങ്കിയോടെ ബ്രാൻഡഡ് ബിൽട്ടിൻ സ്പീക്കേഴ്സാണ്. ഓങ്കിയോ നിങ്ങൾക്കറിയാം, ഒരു ഫേമസ് എന്താ പറയുക ഓഡിയോ ബ്രാൻഡാണ് മാർക്കറ്റിൽ. പ്രത്യേകിച്ച് ഈ ഡോൾബി അറ്റ്മോസ് റിസീവേഴ്സിലും DTS റിസീവേഴ്സിലൊക്കെ അവർ പയനിയേഴ്സ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും ആണ്. പലരും അത് ഉപയോഗിക്കണം. ഞാനും പണ്ട് ഓങ്കിയോ ഉപയോഗിച്ചു. എൻ്റെ ഒരു ഓങ്കിയോ സിസ്റ്റം ഉണ്ട്, അടിപൊളിയായിരുന്നു. ഡെനൻ, ഓങ്കിയോ, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഏകദേശം ഒരമ്മ പറ്റ മക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയത്. സെയിം സിസ്റ്റം കൺസേണോ അങ്ങനെ എന്തൊക്കെയാണ് ഇവർ ഓങ്കിയോ, ഡെനൻ എല്ലാം. സോ എടുത്തു പറയേണ്ട സൗണ്ട് ക്വാളിറ്റി, ടി വിയുടെ വിത്തൗട്ട് സൗണ്ട് ബാർ ഓർ എനി എക്സ്റ്റേണൽ സ്പീക്കേഴ്സ്, ടി വിയുടെ സൗണ്ട് ക്വാളിറ്റി കിടുവാണ്. വൂഫർ ഇല്ല എന്നുള്ളൊരു എന്താ പറയുക ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആ വൂഫറിൻ്റെ ഒരു എഫക്റ്റ് ഇല്ല എന്നുള്ള ആ ബാസ് എഫക്റ്റ്, ഒരു എന്താ പറയുക ഒരു ആ ഡീപ്നെസ് ഇല്ല ബേസിൻ്റെ, അതാണ് ഒരു പ്രശ്നം. അതിപ്പോൾ നോർമൽ ഒരു ടി വി സ്പീക്കേഴ്സിനും അങ്ങനെ വരാറില്ല. ഈവൻ ഇപ്പോൾ നമ്മൾ സൗണ്ട് ബാർ വെച്ചാൽ പോലും ഒരു സബ് വൂഫർ ഇല്ലെങ്കിൽ ആ ഡീപ്നെസ് ഓഫ് ഇത് കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ എനിക്കറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയോ
എക്സ്പേർട്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമ്മളെ ഈ TCLന്റെ ഈ ടിവിക്ക് ഈ മോഡലിന് കിഡിലം സൗണ്ട് ക്വാളിറ്റിയാണ്. അത് ശരിക്കും നിങ്ങൾ ഏതെങ്കിലും ഡോൾബി എന്താ പറയുക ഡോൾബി അറ്റ്മോസ് മൂവി ഇട്ടിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സൗണ്ട് കൂട്ടി വെക്കുന്നുണ്ട്. ഒരു 50യുടെ മുകളിലൊക്കെ വെച്ചാൽ ഈ എഫക്റ്റ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ലോ വോളിയത്തിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ സാധാരണ ഏത് വലിയ ഹൈ ക്വാളിറ്റി സൗണ്ട് ബാർ മേടിച്ച പോലും അത്ര ചെറിയ സൗണ്ടിൽ നിന്നും നമുക്ക് ഒരു എഫക്റ്റും കിട്ടില്ല. സോ ഒരു ആർഗ്യുമെന്റ് രീതിയിൽ ആണെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഇതുവരെ അങ്ങനെ ലോ ക്വാളിറ്റിയിൽ ഒരിക്കലും അങ്ങനെ ഡോൾബിയുടെ സൗണ്ടും അതത്ര ക്ലിയർ ആയിട്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നാണ് എനിക്കറിയുന്നത്. ചിലപ്പോൾ പട്ടിക്കും പൂച്ചയൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. അത് കേട്ടിട്ട് അവർക്ക് കേട്ടിട്ട് നമുക്ക് കാര്യമില്ലല്ലോ ആ ഫ്രീക്വൻസിയിൽ. പക്ഷെ എന്തായാലും ടിവിയുടെ സൗണ്ട് ക്വാളിറ്റി ഒരു 50യുടെ മുകളിലൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. റൂം ഫില്ലിംഗ് ആണ് ശരിക്കും. ആ ഒരു സറൗണ്ട് എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ റൂം ഞാൻ ഹാളിലാണ്, എൻ്റെ ലിവിങ് ഹാൾ റൂമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വലിപ്പമുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് ആ ഒരു ഫില്ലിംഗ് എഫക്റ്റ് എനിക്ക് കുറവാണ് കിട്ടുക. അതിപ്പോൾ ഞാൻ സൗണ്ട് ബാർ വെച്ചാൽ പോലും എനിക്ക് ആ ഫില്ലിംഗ് എഫക്റ്റ്, ആ ഒരു റൂം ഫില്ലിംഗ് എഫക്റ്റ് കിട്ടുന്നത് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ വല്ല സൗണ്ട് ബാറൊക്കെ മേടിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. അതൊക്കെ എക്സ്പെൻസീവ് ആണ്. എന്തായാലും ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ട്. ഇപ്പം അല്ല, ഈ ടിവിയുടെ പൈസ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഞാനിത് ഇൻസ്റ്റാൾമെൻറ്റിലാണ് മേടിച്ചത് കാർഡിൽ. സോ മന്ത്ലി പേയ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് അത്ര വലിയൊരു ലംസമായിട്ട് ഒരു എമൗണ്ട് എല്ലാം കൊടുത്തിട്ടില്ല ഞാൻ മേടിച്ചത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി ടു മൈ പ്രീവിയസ് എന്താ പറയുക ഒരു എൻ്റെ ഫിലിപ്സിൻ്റെ TV ആയിരുന്നു. അതിനൊക്കെ ഏറ്റവും കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ബെറ്ററാണ്. 10 times ബെറ്ററാണ്. ഓങ്കിയോ സ്പീക്കേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. സോ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ക്വാളിറ്റി ആ സൗണ്ടിന് ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പോൾക്കിൻ്റെ സൗണ്ട് ബാറാണ്. വളരെ ചീപ്പായിട്ട് എനിക്ക് മാക്സിന് കിട്ടിയാണ്. അറൗണ്ട് 450 dirhamsന് ഞാനൊരു 5-6 കൊല്ലം മുമ്പ് മേടിച്ച, ഒരു 4 കൊല്ലം മുമ്പ്, 6 കൊല്ലം മുമ്പ് മേടിച്ച ഒരു സൗണ്ട് ബാറാണ്. അതിപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഒറിജിനൽ പ്രൈസ് എത്രയോ 1000ന്റെ മുകളിലുണ്ടായിരുന്നു. പക്ഷെ അന്നെന്തോ വലിയ ഇതുപോലെ ഈ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറോ വൈറ്റ് ഫ്രൈഡേ ഓഫറോ അങ്ങനെ എന്തോ വന്നിട്ട് അപ്പം കിട്ടിയാണ് 450, 485 അങ്ങനെ എന്തോ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. പക്ഷെ ഇപ്പോഴും ആ പോൾക്കിൻ്റെ ക്വാളിറ്റി കിടുവാണ്. ഡോൾബി അറ്റ്മോസ് ഒന്നല്ല, 2.1 ചാനലാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ക്വാളിറ്റി ഉള്ളു. പക്ഷെ എന്നാലും അത്യാവശ്യം മൂവിയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും. ഞാനിപ്പോൾ ചിലപ്പോൾ ടിവിയുടെ ഓങ്കിയോടെ അത് ഉപയോഗിക്കും, പിന്നെ ടിവിയുടെ സൗണ്ട് ബാർ ഉപയോഗിക്കും. പിന്നെ ഈ ടിവിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാം. ഈ സൗണ്ട് ബാറും ടിവിയുടെ ഓങ്കിയോ സ്പീക്കേഴ്സ് ഒരുമിച്ച് ഉപയോഗിക്കാനുള്ള ഫംഗ്ഷൻ അതിലുണ്ട്. അത് നമ്മൾ വോളിയം രണ്ടെണ്ണത്തിലും ഏകദേശം ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡബിൾ വോയിസ് കേൾക്കാൻ പറ്റില്ല. അതാണ് ഞാൻ കണ്ടുപിടിച്ചത്. വോളിയം അതിലൊരു ലെവലുണ്ട്. ആ ലെവലിൽ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സിസ്റ്റത്തിലും നമ്മൾ സൗണ്ട് ബാറിലും ടിവിയിലും വോളിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സിങ്ക് കിട്ടും. പക്ഷെ ആ വോളിയം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം. അത് ഞാൻ ഇടയ്ക്ക് സെറ്റ് ചെയ്യും, പിന്നെ അത് പോവും. വീണ്ടും ഓഫായി വരുമ്പോൾ ചിലപ്പോൾ അത് മാറും. എന്തായാലും ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട് ടു ഡു ഇറ്റ്. ജസ്റ്റ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് ആ വോയിസിൻ്റെ മാത്രം പ്രശ്നമുള്ളൂ കേട്ടോ. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊന്നും ആ സിങ്ക് പ്രോബ്ലം വരുന്നില്ല. വോയിസിൻ്റെ മാത്രം വോയിസ് ഒരു എന്താ പറയുക ഒരു പിന്നെയും കുറച്ചുകൂടി ബാക്കിൽ നിന്നൊക്കെ വരുന്ന പോലെ തോന്നും. അപ്പോൾ അത് നമ്മൾ ആ വോളിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓങ്കിയോടെ ഡോൾബി അറ്റ്മോസും കിട്ടും, ഈ വൂഫറിൻ്റെ ആ ഒരു ബേസും കിട്ടും, ബാസും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് രണ്ടും ഇപ്പോൾ തൽക്കാലത്തേക്കൊരു എന്താ പറയുക നമ്മൾ ഡോൾബി അറ്റ്മോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസൊക്കെ ശരിക്കും നമ്മൾ മൂവി തിയേറ്ററിൽ പോയി കാണുന്ന എഫക്റ്റ് ഒരിക്കലും വീട്ടിലിരുന്ന് കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ജസ്റ്റ് പറയാം ഡോൾബി അറ്റ്മോസ് ഉണ്ടെന്ന്, അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു 100% ആ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ അതും ആർഗ്യബിൾ ആണ്. ഇപ്പോൾ വലിയ വലിയ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ബേസിക്കലി ഈ ഒരു ടി വി ശരിക്കും TCLന്റെ
ചൈനീസ് ടി വിയാണ്, ചൈനീസ് പ്രൊഡക്റ്റാണ്. എന്നിരുന്നാലും ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ലതാണ്. എന്നാലും സാംസങ്ങോ അല്ലെങ്കിൽ LG ആയിട്ടൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അവരെ പിക്ചർ ക്വാളിറ്റി ഒന്നും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. നമ്മളത് ഏതെങ്കിലും ഷോറൂമിലൊക്കെ പോയി നോക്കിയാൽ അതിങ്ങനെ ഓരോ ടി വിയുടെ പിക്ചർ ക്വാളിറ്റി നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാനും കമ്പയർ ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ശരിക്കും എന്താ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിലുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഈ LED ടി വിയിൽ. നമുക്ക് ഒരു ബഡ്ജറ്റിൽ കിട്ടാൻ സാധ്യതയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ QLED ടി വി, അതുപോലെ തന്നെ മറ്റേ നമുക്ക് HDR10+ വേണം, പിന്നെ 4K ആയിരിക്കണം, ഡോൾബി വിഷൻ വേണം, ഡോൾബി അറ്റ്മോസ് വേണം. ഇതൊക്കെ ഉള്ള ഒരു പിന്നെ ഒരു 60 റിഫ്രഷിംഗ് റേറ്റ് അത്രയും വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മിനിമലായിട്ടൊരു ടി വി ഇപ്പോൾ മേടിക്കുമ്പോൾ നോക്കേണ്ടത്. പിന്നെ എത്ര ഇഞ്ച് വേണം എന്നുള്ളത് നമ്മളെ റൂമിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടും നമ്മളെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. വളരെ ചെറിയ റൂമിൽ നമ്മളൊരു 75 ഇഞ്ചിൻ്റെ ടി വി കൊണ്ടുകൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തലവേദനയായിരിക്കും. ബിക്കോസ് അത്ര എടുത്തിരുന്ന ടി വി കാണുമ്പോൾ പൊതുവെ അറിയാലോ, അതിപ്പോൾ എത്ര വലിയ LED ആയപ്പോഴും നമുക്ക് തലവേദന ഉണ്ടാകും. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ റൂമിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേഔട്ട് അനുസരിച്ചിട്ടും വേണം നമ്മൾ ടി വിയുടെ സൈസ് ഡിസൈഡ് ചെയ്യാൻ. ക്വാളിറ്റി ബേസിക്കലി അത് നമ്മൾ ഇപ്പം ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല യൂട്യൂബ് വീഡിയോസും കണ്ടു നോക്കി. അപ്പോൾ അതിലെല്ലാം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഈ TCL ഹൈസെൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് സാംസങ്ങിൻ്റെ ഒക്കെ 20,000 30,000 ദിറംസിൻ്റെ ഒക്കെ ടി വിസ് ആണ്. പിന്നെ അതിൽ പോലും പല ഫങ്ഷൻസും മിസ്സിംഗ് ആണ്. അതാണ് എനിക്ക് ഈ വലിയ ബ്രാൻഡ്സിൽ നിന്ന് മാറി ഞാൻ ഈ ചെറിയ ബ്രാൻഡിലേക്ക് തിരിയാൻ മെയിൻ കാരണം. ഇപ്പം ഞാൻ പല സാംസങ്ങും സോണിയും LG ഒക്കെ നോക്കിയപ്പോൾ പല ടി വി ഓക്കെ QLED ആണ്, പക്ഷേ HDR10+ ഇല്ല. HDR10+ ഉണ്ട്, പക്ഷേ ഡോൾബി അറ്റ്മോസ് ഇല്ല, അതിൻ്റെ ഇതില്ല. അതിൽ DTS ആണ്. അങ്ങനെ വളരെ കുറേ സംഭവങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ട്, പക്ഷേ ആ കൂടി 60 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റേ ഉള്ളൂ. അത്രയും വില 20,000 ദിറംസ് വില കൊടുത്തിട്ട് ഞാൻ എന്തിനാ 60യുടെ മേടിക്കും? നമുക്ക് 120 144ൻ്റെ ടി വി ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ TCL തന്നെ 144ൻ്റെ റിഫ്രഷിംഗ് റേറ്റുള്ള ടി വിക്ക് 75 ഇഞ്ചിന് വരുന്ന ഒരു 5,000 to 7,000 ഒരു 6,000 സംതിങ് വരുന്നുണ്ട്. അതും സാംസങ്ങിൻ്റെ ടി വിക്ക് വരുന്നത് എത്രയെന്ന് അറിയോ? ഓൾമോസ്റ്റ് ലൈക്ക് 35,000 ദിറംസ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. പിന്നെ പിക്ചർ ക്വാളിറ്റി ഓബിയസ്ലി സാംസങ്ങിൻ്റെ LED ടി വിസിൻ്റെ അവർ ഓൾറെഡി LED ഒക്കെ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക മികവ് എന്തായാലും ഉണ്ടായിരിക്കും സാംസങ്ങിനും LGക്കും സോണിക്കും ഒക്കെ. പക്ഷേ TCL ആയാലും ഹൈസെൻസ് ആയാലും ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ഹൈലി സെല്ലിംഗ് ടി വിസ് ഒക്കെ ഇവരെയാണ്, വിത്ത് സോ മെനി ഫങ്ഷൻസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കിയയും ഹുണ്ടായൊക്കെ ഇറങ്ങുന്ന പോലെയുള്ള അവസ്ഥയാണ്. ഇപ്പോൾ മെർസിഡീസും BMW ഒക്കെ ഉണ്ട്, എന്നാൽ പോലും കിയയിലും ഹുണ്ടായിലും ഒക്കെ ഇതുപോലത്തെ ആ ജർമ്മൻ ടെക്നോളജിയുടെ തൊട്ടടുത്തെത്തുന്ന ഫങ്ഷൻസും ലക്ഷറീസും ഒക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ടി വിസും വരുന്നത്. പിന്നെ അത്ര എക്സ്പെൻസീവ് അല്ല. അപ്പോൾ ആ ഒരു 75 ഇഞ്ചിൻ്റെ സാംസങ് ടി വി 30,000 കൊടുത്ത് മേടിക്കുന്ന നമുക്ക് ഈ 4,000 ദിറംസ് കൊടുത്ത് മേടിക്കുന്ന TCL അല്ലേ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത്. സോ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് വേറൊരു ടി വി മേടിക്കാം. പിന്നെ എൻ്റെ ടി വിക്ക് 2 years എക്സ്റ്റൻഡ് വാറണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു 100 ദിറംസ് എക്സ്ട്രാ ഞാൻ ആമസോണിൽ നിന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ 2 years വാറണ്ടി ഉണ്ട്. അപ്പോൾ 2 years നമുക്ക് ഇനി എന്ത് സംഭവിച്ചാലും പേടിക്കണ്ട, നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് വിചാരിക്കാം. അല്ലേ, അങ്ങനെ വരില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ TCL 75 ഇഞ്ച്
ടി വിയുടെ വിശേഷങ്ങൾ എന്ന് ഞാനിത് പറഞ്ഞിട്ട് നിങ്ങളോടത് മേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് കുറേ കമൻസ് വന്നിരുന്നു പേഴ്സണലായിട്ടും, പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ കേട്ട് കമൻസ് വന്നിരുന്നത് യൂസർ എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സോ പിന്നെ അവർ പലർക്കും പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ തന്നെ വേറെ സോണി 5 ഇഞ്ചിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്. പക്ഷെ അതിൽ HDR10 ഇല്ല, ഡോൾബി വിഷൻ ഇല്ല. പക്ഷെ നോർമൽ, അപ്പോൾ അത് കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ അത് മതിയോ? അതാണ് നമ്മൾ ഒരു ടി വി മേടിക്കുമ്പോൾ അടുത്തൊരു 2 കൊല്ലത്തേക്കെങ്കിലും ഈ ടെക്നോളജി നിലവിൽ നിൽക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് മേടിക്കുന്നല്ലോ. അപ്പോൾ പഴയ ടെക്നോളജി മേടിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിലവിൽ നിൽക്കുന്ന ടെക്നോളജി മേടിച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗെയിംസും നെറ്റ്ഫ്ലിക്സും ഇതൊന്നും കാണുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചില ക്രൗഡ് ഉണ്ടാവുമല്ലോ. ചില ആൾക്കാരുണ്ടാവും നെറ്റ്ഫ്ലിക്സ് കാണില്ല, യൂട്യൂബ് കാണാറില്ല, വെറും ടി വി ന്യൂസിന് വേണ്ടി മാത്രം മേടിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഈ ടി വി ഒന്നും മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ നെറ്റ്ഫ്ലിക്സും അങ്ങനത്തെ യൂട്യൂബിലൊക്കെ എനിക്ക് ക്വാളിറ്റിയുള്ള വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്ക് യൂട്യൂബിൽ നല്ല അടിപൊളി 4K ആഫ്രിക്കയിലുള്ള മൃഗങ്ങളുടെ വീഡിയോയും അങ്ങനെയുള്ള ഡോക്യുമെൻ്ററീസും അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനമുള്ള സംഭവം. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് എക്സ്ട്രീം ഭ്രാന്തനൊന്നുമല്ല. പക്ഷേ എനിക്ക് ആ ഒരു ഈവൻ ഞാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ക്വാളിറ്റി വളരെ നല്ല രീതിയിൽ എനിക്ക് ടി വിയിൽ അത് കാണാൻ പറ്റണേ എന്നുള്ള രീതിയിലാണ് ഞാനത് വീഡിയോസ് എടുക്കുന്നതും മറ്റുള്ളവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കുന്നത് പോലും. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഏത് വീഡിയോ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ലൈറ്റിങ്ങും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കളർ മിക്സിങ് അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ടി വിസ് വളരെ ആവശ്യമാണ്. പക്ഷെ ഇതൊന്നും ആവശ്യമില്ലാത്തവർക്ക് സാധാരണ LED ടി വി അടിക്കാം. QLED ഉണ്ട്, OLED ഉണ്ട്, വെറും 4K UHD TVs ഉണ്ട്, UHD TV അടിക്കാം. അപ്പം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര പൈസ ചിലവാക്കണമെന്നൊന്നും ആവശ്യമില്ല. അതൊക്കെ നമ്മളുടെ വ്യൂവിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ടി വി മേടിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുക. ജസ്റ്റ് ബിക്കോസ് ആ ടെക്നോളജി അവൈലബിൾ ആണ്, നമുക്ക് ലേറ്റസ്റ്റ് ടി വി തന്നെ വേണമെന്നുള്ള രീതിയിൽ പോയിട്ട് വെറുതെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ടി വി മേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ യൂസേജ് എന്താണോ, നമുക്ക് ആവശ്യമുള്ള എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ആ ഫങ്ഷൻസ് ആ ടി വിയിലോ അല്ല ബ്രാൻഡിലോ ഉണ്ടെങ്കിൽ മാത്രം അത് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നോർമൽ ടി വി അടിക്കുക. ഞാൻ ഫിലിപ്സിൻ്റെ ടി വി അടിച്ചപ്പോൾ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, UHD 4K, വേറെ ഒന്നും നോക്കിയില്ല. QLED ആണോ മറ്റേതാണോ ഡോൾബി ആണോ ഇതൊന്നും നോക്കിയില്ല. എനിക്കപ്പോൾ എന്താ വേണ്ടത്, ഒരു ടി വി വേണം, 55 ഇഞ്ച് ആയിരിക്കണം, 4K ആയിരിക്കണം, UHD ആയിരിക്കണം, അൾട്രാ HD ആയിരിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ ആ ഫിലിപ്സിൻ്റെ മേടിച്ചു. പിന്നെ എനിക്ക് ആ ബാക്ക് ലൈറ്റിംഗ് കണ്ടപ്പോൾ അതിനാ ഫംഗ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മേടിച്ചു. അത്ര 1100 എനിക്ക് ആ ടി വി അന്ന് ഞാൻ കിട്ടിയത്. ഒറിജിനൽ വില ആമസോണിൽ അറൗണ്ട് 1800 ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഈ വൈറ്റ് ഫ്രൈഡേ സെയിലോ അങ്ങനെ എന്തോ വന്നിട്ട് ആ സമയത്താണ് ഞാൻ മേടിച്ചത് അത്. സോ അതും വളരെ ചീപ്പായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ആ സമയത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ടി വി വേണം, പിന്നെ എനിക്ക് ആ എന്താ പറയുക 1 ഇയർ വാറണ്ടി അല്ലെങ്കിൽ 2 ഇയർ വാറണ്ടി വേണം. കറക്റ്റ് ഒരു 3-4 കൊല്ലം ഒരു പ്രശ്നമില്ലാതെ ടി വി ഉപയോഗിച്ചു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ലാസ്റ്റ് പിക്ചറിന് ചെറിയൊരു ഒരിളക്കം വന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എല്ലാം ഫങ്ഷനും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മളപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യാതെ നമ്മളെ എന്താ പറയുക നമ്മുടെ ആവശ്യത്തിന് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് അത് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ടി വി ഒക്കെ വാങ്ങുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്താൽ മതി, ഞാനപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.